ജീവിതം സാക്ഷിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട റിട്ടയർഡ് ഡിസ്ട്രിക്ട് ജഡ്ജ് ശ്രീ KV സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ലീന ജയസൂര്യ, സൈക്കോളജിസ്റ്റ് കൗൺസിലർ ശ്രീമതി ഷീന S. സ്വന്തം അമ്മയുടെ പേരിൽ ഒരു പരാതിയുമായിട്ടാണ് ശ്രീ ബാബു ഇവിടെ എത്തിയിരിക്കുന്നത്. അമ്മ സ്നേഹമോ സംരക്ഷണമോ തരേണ്ട ഒരു പ്രായമുണ്ട് എല്ലാവർക്കും. പക്ഷേ എത്രയായാലും അമ്മ സ്വത്തിന് അധിപതിയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയ്ക്ക് സമ്പത്തുണ്ടെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങൾ അമ്മ അവസാനം വരെ നേരിടേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ പരാതി. ബാബുവിൻ്റെ സ്ഥലം തെന്മല ഡാം. അമ്മയുടെ പേര്? അമ്മയുടെ പേര് സൂസമ്മ. സൂസമ്മ. അച്ഛൻ ഇസ്മായിൽ. അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അച്ഛൻ മരിച്ചുപോയി. ബാബു വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 26 വർഷമായി. എത്ര മക്കളാ? 3 മക്കൾ. 3 മക്കള്. കല്യാണം കഴിയുന്ന സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ അനുഭവം അതോ ഇഷ്ടവും ഒക്കെ ഉണ്ടായിരുന്നു? അവരെല്ലാം ചേർന്ന് നടത്തിയത്? ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നു, ലവ് ആയിരുന്നു. എങ്കിലും വീട്ടിന്റെ അനുവാദത്തോടു കൂടി തന്നെ. എന്താ പേര് ഭാര്യയുടെ? ഭാര്യയുടെ പേര് വത്സല. വത്സല എന്ന് പറയുന്നത് ഹിന്ദു സ്ത്രീയാണോ? ഹിന്ദു ആണോ? പക്ഷെ എങ്കിലും എല്ലാവരും നല്ല ഐക്യത്തോടും സന്തോഷത്തോടെയും കഴിഞ്ഞിരുന്നതാണ്. വിവാഹം കഴിച്ചു. നിങ്ങൾ കൂടാതെ വേറെ എത്ര മക്കളുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക്? ഇല്ല, വേറെ ആരുമില്ല. ഞാൻ ഒരാളേ ഉള്ളൂ. ഒരു മോനേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് അമ്മയുടെ പേരിൽ ഈ പരാതി? അമ്മ നിങ്ങളെ വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാവാൻ കാര്യം എന്താ? അമ്മ വേണ്ടവണ്ണം പരിഗണിക്കുന്നില്ല എന്ന് പറയുന്നത്, ഒരു 22 സെന്റോളം വസ്തു ഇപ്പം എൻ്റെ വസ്തുവിനോടെന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കിടന്നതാ. നിങ്ങൾക്ക് എത്ര സെന്റ് വസ്തു? എനിക്ക് ഒരു 6.5 സെന്റ്. 6.5 സെന്റ് അച്ഛനും അമ്മയും തന്നതാ? അച്ഛനും അമ്മയും തന്നാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നതല്ല. ഈ വസ്തു ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തതാ. അപ്പൊ ഇതിന്റെ പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ചതായിട്ടോ നമുക്ക് ഇഷ്ടദാനം തന്നതായിട്ടോ ഒരു രേഖ വേണം. അപ്പൊ അങ്ങനെ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് പഞ്ചായത്തിന്റെ വീടും കാര്യങ്ങളും ഒക്കെ വേണം, അതുകൊണ്ട് ഒരു ഇഷ്ടദാനം പോലെ എഴുതി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതി തന്നു. ഇപ്പൊ 22 സെന്റ് വസ്തു ഇപ്പൊ അവിടെ കിടക്കുന്നത് അമ്മയുടെ ഒരു ജ്യേഷ്ഠത്തിന്റെ മോനെ അതിനകത്ത് കയറ്റി താമസിപ്പിച്ചേക്കുക. വസ്തു കിടക്കുന്നത് അച്ഛന്റെ പേരില്ല. അപ്പൊ അമ്മയ്ക്ക് ഇത് കൂടാതെ കാസർഗോഡ് ചെങ്ങര മറ്റേ സമരഭൂമി ഇതായിട്ട് അവിടെയും വസ്തു കിട്ടിയിട്ടുണ്ട്. 25 സെന്റ്. 25 സെന്റ് വീടും ഒക്കെ വെച്ചിട്ടുണ്ട്. വീടുമുണ്ട്. സർക്കാരിന്റെ ഇതായിട്ട് വീട്, മറ്റേ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. അപ്പം അവിടെയാണോ അമ്മ താമസിക്കുന്നത്? അമ്മ അവിടെയാണ് താമസിക്കുന്നത്. അമ്മയുടെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെലവിന് കൊടുക്കുന്നില്ല, ഈ ജ്യേഷ്ഠത്തിയുടെ മകനാണ് ചെലവെല്ലാം നോക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഈ വസ്തു അവന് തന്നെ കൊടുക്കണം എന്നൊരു വാശി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. ഒരു ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ 600 രൂപ ശമ്പളം ശരാശരി. പിന്നെ അതിപ്പം ഒരാഴ്ച ഉണ്ടെങ്കിൽ അടുത്ത 2 ആഴ്ച കാണില്ല. അപ്പം ഇതിനകത്ത് നിന്ന് വേണം എനിക്ക് എൻ്റെ കുടുംബം, പിന്നെ എൻ്റെ പിള്ളേർ ഒരാൾ പഠിക്കുന്നു, ബാക്കി 2 പേരും വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകുന്നുണ്ടോ? ജോലിക്ക് പോകുന്ന പറഞ്ഞാൽ മോനൊരു പ്രൈവറ്റ് കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ഇപ്പം അടുത്ത കാലം തൊട്ട്. അതുകൊണ്ടൊരു ആശ്വാസം വീട്ടിലേക്ക്. രണ്ടാമത്തെ മോള് 2 കുട്ടികളുണ്ട്. അതിനും ബാധ്യത വന്നാൽ നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ ഒരു 20,000 രൂപയുടെ ചിലവ് വന്ന്. അപ്പം വേറെ ആരുടെ അടുത്ത് അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ മകനോട് ഞാൻ പറഞ്ഞു എൻ്റെ തൽക്കാലം പൈസ ഇല്ല, മകൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തത്. പിന്നെ രണ്ടാമത്തെ പ്രസവം നമ്മൾ തന്നെ നോക്കിയത്. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ഒരുപാട് ബാധ്യതകളുണ്ട്. ഇനി ഇതിനുള്ളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ അമ്മ ആവശ്യപ്പെടുമ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. വൈഫിൻ്റെ വീട്ടിൽ വൈഫ് ഒറ്റയ്ക്ക് ഒരാളാണ്, അച്ഛനും അമ്മയും. ഈ അടുത്ത സമയത്ത് തന്നെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവ് ഞാൻ വഹിക്കണം, മറ്റാരും അവിടെ ചെയ്യാനില്ല. അപ്പം അമ്മ ആവശ്യപ്പെടുന്ന, അമ്മയ്ക്കെന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആഡംബരമായിട്ടൊക്കെ ജീവിക്കേണ്ട ഒരു സാഹചര്യം എന്നെക്കൊണ്ട് അതിന് പറ്റില്ല. അമ്മ വന്ന് ഒരു 1000 ചോദിച്ചാൽ ഒരു 200 രൂപ കടം എവിടെന്നെങ്കിലും മറിച്ച് കൊടുക്കാൻ പറ്റും. എൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ വന്നത് എങ്ങനെയാണെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയാവൂ. അമ്മ അവിടെ ആ ഭൂമി വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ ചെങ്ങറ ഒരു 3 വർഷത്തിൽ കൂടുതലായിരുന്നു. അന്ന് ആ സമരഭൂമിയിൽ നിന്ന് കൊടുത്ത കിട്ടിയാണ്. അപ്പൊ അതിന് മുൻപ് എവിടെയായിരുന്നു? അതിന് മുമ്പ് ഇവിടെ ആയിരുന്നു. ഇവിടെ വെച്ചാൽ ഡാമിൽ തന്നെ ആയിരുന്നു. ഡാമിൽ തന്നെ. വേറെ വീടുണ്ടായിരുന്നു അവർക്ക്? വേറെ ഒരു കുടുംബ വീടുണ്ട്. അമ്മയുടെ എന്നല്ല, കുടുംബ വീട് ഒരെണ്ണമേ ഉള്ളായിരുന്നു. എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. പ്രശ്നങ്ങളുണ്ടാകാൻ കാരണം എന്ന് പറയുന്നത്, ഒരു അമ്മ ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു കല്യാണമോ അല്ലെങ്കിൽ സാമ്പത്തികമോ ഒന്നും കിട്ടാൻ കുറേ സ്വർണം വാരിയിട്ടുകൊണ്ട് വരാനോ ഒന്നും ഞാൻ വിളിച്ചിറക്കി കൊണ്ട് വരുന്നതിന് സമയമായിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അല്ല, അമ്മ ആ കുടുംബം ഇവിടെ എന്ത് ചെയ്യുന്നു? ആര് ഉപയോഗിക്കും? കുടുംബം
കുടുംബത്തിലാണ് ഇപ്പൊ ഈ ജോസ് എന്ന് പറയുന്ന കക്ഷിയെ താമസിപ്പിച്ചേക്കുന്നത്. താമസിപ്പിക്കുന്നത് കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര വലിയ വീടൊന്നും അല്ല മാഡം, ചെറിയൊരു വീട്. അതിൽ 22 സെന്റിലാണ് ആ വീടുള്ളത്. ഉള്ളത്. അതിൽ ഈ ജോസ് താമസിക്കുന്നു. ജോസും ഭാര്യയും 2 പിള്ളേരും കൂടെ താമസിക്കുന്നു. ഈ 3 വർഷത്തിന് മുൻപ് ഒരു അച്ഛനും അമ്മയും അവിടെ താമസിച്ചിരുന്നു. അപ്പൊ ജോസ് അവിടെ ഉണ്ടായിരുന്നു? ജോസിന്റെ ഒരു കഥ പറയുന്നതെന്ന് പറഞ്ഞാൽ ജോസ് ഒരു 5ാം ക്ലാസ് മുതലേ ഇവിടെ പഠിക്കാൻ വന്നതാണ്. അച്ഛനും അമ്മയുടെ കൂടെ നിങ്ങളുടെ കൂടെ? ഞങ്ങളുടെ കൂടെ ഒരു 8-9 ക്ലാസ് വരെ കണ്ട് പഠിച്ച് അത് കഴിഞ്ഞിട്ട് പുള്ളി പുറത്തങ്ങ് ചാടി. പിന്നെ ഉള്ള അവരുടെ ലോകമായിട്ട് ഇങ്ങനെ നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് വന്ന് പിന്നെ ഇവിടെ നിന്നുകൊണ്ടായിരുന്നു വിവാഹമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ. വിവാഹം കഴിഞ്ഞ് വീണ്ടും ഒരു 3 വർഷം പുള്ളി വൈഫുമായിട്ട് വള്ളംവെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ച് വീണ്ടും ഇതെല്ലാം അമ്മയാണ് വിളിക്കുകയും. പക്ഷെ അച്ഛനൊരു കാലവും ഇങ്ങനെ അടുപ്പിക്കാതെ ഈ പുറത്ത് ചാടുന്നത് തന്നെ അച്ഛൻ പറഞ്ഞു വിടുന്നതാണ്. കാരണം അത്രയ്ക്ക് ദ്രോഹം നമുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം 2000-ൽ കേസ് 2 തന്മല നിങ്ങൾക്ക് അറിയപ്പെടുന്ന പത്രത്തിലൊക്കെ വായിച്ചതാണ്. കാരണം 2 കോളനിയൊക്കെ അടിച്ച് തകർത്ത് പാതിരാത്രിക്ക് ആ ഒരു കേസ് കാരണം അത് കഴിഞ്ഞ് വന്ന് അച്ഛൻ പറഞ്ഞു ഇവിടെ കയറാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റില്ല എന്ന്. അങ്ങനെ കുറച്ച് ആൾ വെളിയിലങ്ങ് നിന്ന് അത് കഴിയുമ്പോൾ പിന്നെ അമ്മ പോയി വിളിച്ചുകൊണ്ട് വരും. ഈ 2000-ലെ കേസിനകത്ത് അവർ ഈ രാഷ്ട്രീയപരമാണ് എങ്കിലും ഈ കേസിനകത്ത് ഒരു ഇതിലും പെടാത്ത ഞാനും അതിൽ പ്രതിയായി. ഞാൻ ഈ കേസിന് ഇതുമായി സംബന്ധമായിട്ട് നിങ്ങളും ജോസും പ്രതിയാണ് അതിൽ? ജോസും പ്രതിയാ. പക്ഷേ ഈ ജോസിന് പരമാവധി എന്നെ ഒഴിവാക്കാമായിരുന്നു. കാരണം ഈ ഉണ്ട് രാഷ്ട്രീയപരമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. അപ്പം ഇവർ ഒളിവിലുമായി. അപ്പം നിരന്തരം ഒരു പ്രശ്നങ്ങളുണ്ടായാൽ പോലീസിൽ നിന്ന് ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അവർ പറഞ്ഞു പ്രതികളെ ഹാജരാക്കണമെന്ന് പറഞ്ഞു. അപ്പം പ്രതികളെ ഹാജരാക്കാൻ പലരും പല വഴിക്ക് പോയി. അന്ന് ഞാൻ സീതത്തോട് പവർ ഹൗസിൽ പണിഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് മെയിനായിട്ട് പവർ ഹൗസുകളിൽ മറ്റ് സബ് സ്റ്റേഷനിലൊക്കെയാണ് വർക്ക്. ഞാൻ ചോദിക്കുന്നത് അച്ഛൻ്റെ മരണശേഷം അമ്മയ്ക്ക് നിങ്ങൾ ചെലവിന് കൊടുത്തിട്ടില്ല? അച്ഛൻ്റെ മരണശേഷം ഞാൻ ഇപ്പോഴും കൊടുക്കാൻ തയ്യാറാ മേഡം. അല്ല പക്ഷെ അവരെ മേടിക്കണ്ടേ? ഇപ്പൊ കൊടുക്കുന്ന തയ്യാറെന്ന കാര്യമില്ല ഞാൻ ചോദിച്ചത്. ഇപ്പോഴെന്നല്ല, ഇത് സർക്കിൾ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 26 വർഷമായിട്ട് നിങ്ങളുടെ അമ്മയ്ക്കും പിന്നെ നിങ്ങളുടെ അച്ഛനും നിങ്ങൾ എന്തെങ്കിലും ചെലവിന് കൊടുക്കുമായിരുന്നു? അച്ഛന് കൊടുക്കുന്നുണ്ടല്ലോ. കൊടുക്കുമായിരുന്നു. ഇപ്പൊ ഈ കടബാധ്യത വന്നപ്പോഴും ഒരു 10-20,000 രൂപ ഞാനാ കൊടുത്തത്. പിന്നെ അമ്മയ്ക്ക്? അച്ഛന് കൊടുത്താൽ അത് പോകുന്നത് അമ്മയുടെ അടുത്താണല്ലോ. അല്ല, അത് അച്ഛൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞില്ലേ? അല്ലേ? അച്ഛന്റെ മരണശേഷം ആരാ ചെലവിന് കൊടുത്തോണ്ടിരുന്നത്? അച്ഛന്റെ മരണശേഷം ഞാൻ കൊടുക്കാൻ തയ്യാറാ, അവര് വാങ്ങാൻ തയ്യാറല്ലല്ലോ. അല്ല, നിങ്ങൾ പറഞ്ഞായിരുന്നല്ലോ മകന് നിങ്ങൾക്കത് അഫോർഡബിൾ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞായിരുന്നു. മാഡം എപ്പോഴും എന്നെ കൊണ്ട് ഞാൻ ചോദിക്കട്ടെ, കൃത്യമായിട്ടും ഒരു മാസം ഇത്ര വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്നിൽ അത് കഴിയില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അവർക്ക് എന്താ വരുമാനം? അവർക്കെന്ന് പറയുമ്പോൾ ഈ പിന്നെ 20 സെന്റിനകത്ത് ശരാശരി ഒരു ഒഴിക്കലിന് ഒരു 300 തേങ്ങ കിട്ടും ഏറ്റവും കുറഞ്ഞത്. പിന്നെ കുരുമുളകുണ്ട്, കാര്യങ്ങളുണ്ട്, മഞ്ഞളുണ്ട്, എല്ലാ കൃഷികളും ഉണ്ട്. ഇതൊന്നും ഞാൻ എടുക്കാൻ പാടില്ല. അമ്മയ്ക്ക് ഒരാൾക്ക് ജീവിക്കാൻ ഇല്ല ബാബു, ഇതെല്ലാം ഉണ്ട്. പ്രായമായ ഒരു സ്ത്രീയാണ്. ഇതൊക്കെ പറിക്കാനും പിടിക്കാനും ഒക്കെ ആൾക്കാരെ നിർത്തി വേണ്ടേ ചെയ്യാൻ? ആ കൂലിയൊക്കെ കൊടുക്കണമല്ലോ. അതുമൊക്കെ കഴിഞ്ഞു കിട്ടുന്നത് അവരുടെ ചികിത്സയും പറഞ്ഞ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ വല്ലപ്പോഴും കൊടുക്കുന്നത് വല്ലപ്പോഴേ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അവരൊരു വരുമാനവും ഇല്ലാത്തൊരു സ്ത്രീയാണെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ നിർത്തി സംരക്ഷിക്കേണ്ടതല്ലേ? അപ്പൊ ആ ഒരു ഉപദ്രവം ഇല്ലാതെ അവർക്ക് സർക്കാർ കൊടുത്തൊരു ഭൂമിയിൽ അവിടെ ഒരു പെരയും വെച്ച് അവരവിടെ താമസിക്കുന്നു അല്ലേ? നിങ്ങളെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നിങ്ങളിപ്പോ അവര് ഒരു പെറ്റതള്ളയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് അറിയാം, നിങ്ങളുടെ ബാധ്യതകൾ അറിയാം, 3 മക്കളുണ്ട്, പ്രശ്നമാണെന്നറിയാം. ഇത്രയും അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് തരില്ല എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്താ? തരില്ല എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എനിക്കും അറിയാൻ പാടില്ല അവരെന്താ അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ ബാബു. എങ്ങനെ? നിങ്ങൾക്ക് അറിയാമായിരിക്കണമല്ലോ. നിങ്ങൾക്ക് എങ്ങനെ അറിയാതിരിക്കും? ഞാൻ നിയമപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛന്റെ വസ്തു എന്ന് പറയുന്നതിൽ ഒരു പങ്ക് നിങ്ങൾക്കും ഉണ്ടാവും തീർച്ചയായിട്ടും. നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ടാവും അല്ലേ സാർ? അച്ഛൻ മരിച്ചുപോയ സ്ഥിതിക്ക് 3ആയി പങ്ക് വെച്ച് ഭാര്യയ്ക്കും മക്കൾക്കും അത് മുഴുവനായിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്ന് നിങ്ങൾ ചോദിക്കുന്നതിനുള്ള ഒരു സംഗതിയായിരിക്കും ചിലപ്പോൾ അമ്മയ്ക്ക് അത് പറ്റാം. അമ്മ ജോസ് അവരെ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇത്രയും കാലം ഒന്നിച്ച് ആ കുടുംബത്തിൽ സ്വന്തം മകനെ പോലെ താമസിച്ചിരുന്നത് അവരുടെ ചേട്ടത്തിയുടെ മകനെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ തന്നെ താമസിച്ച് വളർന്ന സ്ഥിതിക്ക് നിങ്ങളെപ്പോലെ തന്നെ സ്നേഹം അവരോടും ഉണ്ടാവും. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനും ഈ കാസർഗോഡ് പോയി ഭൂമി വാങ്ങാനും അവിടെ പെരവെക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്ത ആരാ? അത് പിന്നെ അച്ഛനും ജോസും ഒക്കെ തന്നെ. അച്ഛനും അവിടെ പോയി താമസിച്ചിട്ടുണ്ട്. അച്ഛനവിടെ ആയിരുന്നു താമസം. ഒരുമിച്ച് പോയി താമസിച്ചത് അവരവിടെ. അന്ന് ഈ 22 സെന്റ് വസ്തുവിലും ഈ ജോസ് ആയിരുന്നു താമസിച്ചിരുന്നത്. ജോസും അല്ല, അന്ന് അച്ഛന്റെ ഇതിലാണ് കൊണ്ടിരുന്നത്. അച്ഛൻ മരിക്കുന്നത് വരെ അച്ഛന്റെ അധീനതയില്ല. അത് അച്ഛന്റെ മരണശേഷമാണ്
നിശേഷം ഞാൻ അത് കയറണ്ടെന്ന് ഒരു ഇത് വന്നത്. അതിനുവേണ്ടി അവർ നിങ്ങളുടെ അമ്മയെ അധിക്ഷേപിക്കുവോ മദ്യപിച്ചിട്ട് പോയി വഴക്ക് പറയുമോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാനായിരുന്നെങ്കിൽ പിന്നെ എൻ്റെ മകനെ 2 പ്രാവശ്യം ആ റൂമിലിട്ട് അല്ല, അടിച്ചു. ബാബു പറയണ്ടായി കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പൊ അന്ന് മുതലേ നിങ്ങൾ തമ്മിലുള്ള അകൽച്ച തുടങ്ങിയെന്ന് വേണം മനസ്സിലാക്കാൻ. അതാണല്ലോ ഇതിന്റെ കാരണം. ഒരു സുപ്രഭാതത്തില് വസ്തു നിഷേധിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. 10-26 കൊല്ലമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അല്ല, ഈ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് നിശേഷിച്ച് എനിക്കത് കയറാൻ പാടില്ല അല്ല എന്ന്. ബാബു, ആ റൂമിലിട്ട് അടിച്ചു എന്ന് പറഞ്ഞാൽ ആരാ അടിച്ചേ? എൻ്റെ മോനെ അടിച്ചത്. ഈ ജോസ് എന്ന് പറയുന്ന കക്ഷി ഒരു പ്രാവശ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പി അശ വലിച്ചിട്ടില്ലേ, അതിനകത്ത് കഴുത്ത് ചുറ്റിയിട്ട് അത് വേറെ ഒരു പ്രശ്നം വെച്ചാണ്. അതിപ്പോൾ ഞാനിവിടെ ഉന്നയിക്കുന്നില്ല. അല്ല, എന്തായാലും നിങ്ങളുടെ മകനൊരു തെറ്റ് ചെയ്തിട്ടാണോ അത് ചെയ്തത്? എൻ്റെ മകൻ തെറ്റ് ചെയ്തതല്ല. ഈ ജോസ് എന്ന് പറയുന്ന കക്ഷി ഒരാൾ വരുമായിരുന്നു. അപ്പം പലപ്പോഴും ഇങ്ങനെ വന്ന് എന്നോട് പറയുമായിരുന്നു, അച്ഛാ ഇതുപോലെ ആരോ അതിനകത്ത് കയറുന്നുണ്ട്. ഞാനൊരു പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നീ പിടിച്ചു നിർത്താൻ പറഞ്ഞു. അങ്ങനെ അവനെ കയറി കറക്റ്റായിട്ട് പിടിച്ചു നിർത്തി. നിങ്ങളുടെ മകൻ അന്ന് SLCക്ക് പഠിക്കുക. ഇപ്പുറത്തെ കറണ്ട്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അപ്പുറത്താ അവൻ കിടന്നുകൊണ്ടിരുന്നത്. അന്ന് അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ അവന് വേണ്ടി ഒരു റൂം കൊടുത്തിരുന്നു പഠിത്ത സൗകര്യത്തിന് വേണ്ടി. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതിൻ്റെ ആ ഒരു വാശി അത് പോലീസ് കേസൊക്കെ ആയതാണ്. പോലീസ് കേസൊക്കെ ആയി. അതും ഈ ജോസിൻ്റെ കല്യാണം നടക്കാൻ 8 ദിവസം ഉള്ളപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് പോലീസ് കേസൊക്കെ ആയി. SI അന്വേഷണത്തിനൊക്കെ വന്നപ്പോൾ എൻ്റെ മകൻ SIയുടെ കാല് പിടിച്ചിട്ടാണ് പറഞ്ഞത്, സാറേ ഇന്നതുപോലൊരു പ്രശ്നമുണ്ട്, എന്തായാലും മാമൻ ഈ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ വിളിപ്പിച്ച് അന്ന് പരാതി ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞതിന് കൊണ്ട് ആണ് അത് കേസാക്കാഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ചെറുക്കനെ 2ാമത് അടിക്കുന്ന ഗ്ലാസ് തിരിച്ച് പിടിച്ച് ഇവിടെ ഈ കഴുത്തിൻ്റെ എവിടെ ഇങ്ങനെ അതൊരു വെള്ള ബനിയൻ കംപ്ലീറ്റ് ബ്ലഡ് ആയെന്നുള്ളതാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ പ്രതികരിക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ഞാൻ അവിടെ എന്തെങ്കിലും പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിച്ച ഒരു പ്രശ്നം നമ്മളായിട്ടുണ്ടാക്കില്ല. എന്നാലും നിങ്ങളുടെ ആരാണെങ്കിലും നോർമലി ഒരു മനുഷ്യൻ മക്കളെ ഉപദ്രവിക്കുന്ന കാണുമ്പോ അത് ആരായാലും നമ്മളൊന്നും ചോദ്യം ചെയ്യത്തില്ല. അത് ചെയ്യും. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് ഈ അമ്മ ഇവനെ വിളിച്ച് അടുത്ത ഒരു വീട്ടിൽ കൊണ്ടുപോയി. കാരണം നമ്മൾ ആ വീടുമായിട്ട് വലിയ സഹകരണമില്ല. അപ്പോൾ അവിടെ കൊണ്ടുപോയി അതിനകത്താക്കി. അതാണ് സംഭവിച്ചത്. പിന്നെ നമ്മൾ ആ വീട്ടിൽ ചെന്ന് കയറാൻ അത് പിടിച്ചൊരു അതാണ് പിന്നെ ആദ്യത്തെ പ്രാവശ്യം പോലീസ് കേസൊക്കെ കൊടുത്ത് കല്യാണം നടക്കാനൊക്കെ പോവാ. പിന്നെ നമ്മളത് ഒരു വലിയ ഇഷ്യൂ ആക്കി എടുക്കണ്ടെന്ന് വിചാരിച്ചു. സ്വന്തം കൊച്ചിനെ അടിച്ചതിന്റെ ഒരു ബനിയൻ മുഴുവൻ ചോരയായെന്ന് പറഞ്ഞപ്പം ഏത് വീട്ടിലായിക്കോട്ടെ ആ വീട്ടിൽ നിന്ന് അവൻ വെളിയിൽ ഇറങ്ങുമ്പം അവനിട്ട് 2 കൊടുക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക്? അങ്ങനെ നമുക്ക് അടിക്കാനാണെങ്കിൽ അതില്ല സാറേ. ഞാൻ അപ്പൊ നിങ്ങൾക്ക് അയാളെ ഭയമുണ്ട്, അതുകൊണ്ട് പേടിയുണ്ട്. നിങ്ങളുടെ അമ്മ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ അവരുടെ പേരക്കുട്ടിയെ അടിക്കുന്ന കണ്ടിട്ട് നിങ്ങളുടെ അമ്മ അതിനെ പ്രതികരിച്ചില്ല? ഇല്ല. നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ്? നിങ്ങളുടെ അമ്മയോടുള്ള സമീപനം എങ്ങനെയാണ്? അയ്യോ, മിണ്ടാൻ പോകത്തില്ല. മിണ്ടി പോയാൽ അന്ന് എനിക്ക് പ്രശ്നം ഉണ്ട്. ഒരു പിന്നെ ആകപ്പാടെ നിങ്ങളുടെ അമ്മയ്ക്ക് പെമ്മക്കൾ ആരും ഇല്ല, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മരുമകളായിട്ട് വീട്ടിൽ വന്നു കയറി അവര് പ്രതീക്ഷിച്ചതുപോലെ സ്ത്രീധനം എന്നുള്ള അല്ലെങ്കിൽ പോലും അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് എൻ്റെ മോനൊരു പെണ്ണിനെ വേണമെന്നൊരു ആഗ്രഹിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ഇറക്കിക്കൊണ്ട് വന്നതുപോലെ അവരെ കൊണ്ടുവന്നു. അപ്പോൾ അവര് ഒരു സ്നേഹമായിട്ട് പെരുമാറി നിന്നിരുന്നു എങ്കിൽ അമ്മയെ ശുശ്രൂഷിക്കുക, അമ്മയുടെ കാര്യങ്ങൾ നോക്കുക, അതൊക്കെ ചെയ്യാൻ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? അത് മാഡം എൻ്റെ അമ്മയെക്കുറിച്ച് മാഡത്തിന് അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പവർ ഹൗസിൽ ഈ തെന്മല പവർ ഹൗസിൽ ഞാൻ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് അയാൾ മാറാൻ. ഞാൻ ഉച്ചയ്ക്ക് ഒരു ദിവസം അവിടെ ഉണ്ണാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കൊച്ചിനെ കൊണ്ട് ഭാര്യ അങ്ങോട്ട് വരുന്നു. അപ്പം ഞാൻ ചോദിച്ചെന്നെ അത് അമ്മ എന്നെ അടിച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നീ അടിച്ചോ? ഇല്ല, ഞാൻ അടിച്ചില്ല. ശരി, നമുക്ക് പോകാം. കാരണം ഒരറ്റത്ത് ഭാര്യയും ഒരറ്റത്ത് അമ്മയുമാണ്. നമ്മൾ ആരെ അടിക്കാനും പറ്റില്ല. അടിക്കാൻ പിന്നെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഭാര്യയെ മാത്രമേ പറ്റൂ. മേഡം ഭാര്യയെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വൈഫിനൊരു അടി കൊടുത്ത് അത് നേരെ മറിച്ച് അമ്മയ്ക്കാണെന്ന് പറഞ്ഞാലോ. അതുകൊണ്ട് കഴിവതും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒഴിവായി പോകും. ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം ഒരു സ്ഥലമാണെങ്കിലും 2 ഇതായിട്ട് നിൽക്കുക. ഞാൻ അങ്ങോട്ടും പാറില്ല, അവരിങ്ങോട്ടും പാറില്ല. എന്താ വേലിയൊന്നുമില്ല. ബൗണ്ടറി ഒറ്റ ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഒന്നായിട്ട് കിടന്ന സ്ഥലമാണ്. ഈ പഞ്ചായത്തിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ഇങ്ങനെ ഒന്ന് എഴുതി മേടിച്ചത്. അപ്പോൾ ജോസഫ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു വഴി വേണം. അത് എന്നായാലും നടക്കുന്ന കേസ് കിട്ടല്ല. അപ്പുറത്തെ വസ്തുവിന് എൻ്റെ വസ്തുവിന് അകത്തൂടെ ഇറങ്ങി റോഡിലോട്ട് പോകാനെന്ന് പറഞ്ഞാൽ അത്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു വഴിപ്രശ്നം നിലവിലുണ്ടോ?
അല്ല, അതിപ്പോൾ പുള്ളി ഈ അടുത്ത സമയത്ത് വഴി ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. ഇപ്പം ഇങ്ങനെ ഈ പ്രശ്നം കിടക്കുമ്പോൾ വഴിയും കൂടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും വലിയ എന്തിനാ ഈ ഒരു 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 1-2 മാസം കണ്ടേ ഉള്ളൂ. അവരുടെ വസ്തുവിലേക്ക് പിന്നെ ഏതി കൂടിയ വഴി രണ്ടുപേർക്കും 2 സൈഡിൽ കൂടെ, 2 വഴി കൂടി 2 വഴി കൂടെ ഇതിലെ വരേണ്ട ആവശ്യം. അത് പണ്ട് തൊട്ടേ അങ്ങനെ, കുടുംബം ഒന്നായിട്ടിരിക്കുമ്പോഴും അങ്ങനെ വഴി. ചുരുക്കത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു പോർഷൻ സ്ഥലമുണ്ട്, മറ്റേ സ്ഥലം ജോസിന്റെ അധീനത്തിലാണ് ഇപ്പോ. ജോസ് ആണ് അവിടെ എഴുതി കൊടുത്തോ എന്തൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. അറിയില്ല. അപ്പൊ ജോസാണ് അവിടെ കൃഷി ചെയ്യുന്നതും. കൃഷി ജോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതിനകത്ത് എല്ലാ കൃഷികളും ഉള്ളതാ. അത് അച്ഛനിരിക്കുമ്പോഴേ ചെയ്തിട്ടുള്ളതാ. അല്ല, അനുഭവം എടുക്കുന്നതൊക്കെ ജോസാണ്, നിങ്ങളല്ല. അല്ല, നിങ്ങളായിരുന്നു പണ്ട്. ഞങ്ങളായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പ്രത്യേകിച്ച് ആയുധം എടുക്കാൻ പോയിട്ടില്ല സാർ. അച്ഛൻ എടുക്കുന്ന സമയത്ത് പൈസ കൊടുത്തായിരിക്കും ഞാൻ മേടിക്കുക. കാരണം ഞാൻ വേറെ ഒന്നും കൊടുക്കാറില്ല. പുള്ളി അധികം ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാ. ഒരു ചായ കുടിക്കണമെങ്കിലും വേറെ ഒരു വരുമാനമില്ലല്ലോ. 10 തേങ്ങ മേടിച്ചാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ആ 10 തേങ്ങയുടെ പൈസ കൊടുക്കും. അല്ല, ആ വസ്തു ഇപ്പൊ അമ്മയുടെ പേരിലാണോ? അമ്മയുടെ പേരിലല്ല. ആരുടെ പേരിലാണ്? അച്ഛന്റെ പേരിലുള്ള വസ്തുവാണ്. ഇപ്പൊ ഈ 6.5 സെന്റ് എന്ന് പറയുന്നത് പോലും എഴുതി വാങ്ങിച്ചു എന്ന് പറയുന്നത് അച്ഛന്റെ പേരിലായത് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ നിങ്ങൾ ഇയാൾ വാങ്ങിച്ച വസ്തു വെറുതെ അച്ഛനെ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതി കൊടുത്തിരിക്കുകയാണ്. എഴുതി കൊടുത്താലും അമ്മയ്ക്ക് കിട്ടാവുന്ന ഷെയർ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഷെയർ എപ്പോഴും കിടക്കുമല്ലോ. അല്ല, ഇതിൽ പട്ടയം കിട്ടിയിട്ടില്ല അല്ലേ? പട്ടയമില്ല, കൈവശാവകാശം. മറ്റേ ഞാൻ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഇതിന്റെ രേഖകളെല്ലാം ഉണ്ട്. അല്ല, ആ 22 സെന്റ് സ്ഥലത്തിനും പട്ടയമില്ല. ഇല്ല, പട്ടയില്ല. അപ്പൊ അത് ആരുടെ സ്ഥലമാണ്, എങ്ങനെ കിട്ടിയെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു തെളിവോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. അവര് അച്ഛനും അമ്മയൊക്കെ വളരെ ഇവിടെ ജോലിക്കായിട്ട് വന്ന് ആണ് ഇവര് വിവാഹം ഇതരല്ല എങ്കിലും ഭാര്യ ഭർത്താക്കന്മാരായത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് താമസിക്കാൻ വേണ്ടി ഡാമിന്റെ പ്രോജക്റ്റിന്റെ വർക്ക് നടക്കുമ്പോൾ താമസിക്കാൻ വേണ്ടി ഒരു ഇതായിട്ട് അന്ന് എന്തോ അവിടെ ഉണ്ടായിരുന്ന കോൺട്രാക്ടർ ലേബർ ഷെഡ് വെച്ച് കൊടുത്തു. അപ്പൊ ഷെഡിനകത്ത് എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അവരവർക്ക് ഇഷ്ടപ്പെട്ടിടത്ത് ഓരോ വീട് വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വീട് വെച്ച് വെട്ടിപ്പിടിച്ചതാണ്. അപ്പൊ അതിനിപ്പോ ഒരു ആധാരമില്ല. പക്ഷെ സർക്കാരിന്റെ ഒരു പേപ്പർ നിലവിൽ ഇത്രയും കാലമായിട്ട് ഈ വസ്തു നമ്മുടെ കൈവശം ആണെന്നുള്ളതിന്റെ ഒരു തെളിവ്, ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. നികുതി അടയ്ക്കാറുണ്ടോ? നികുതി വീടിന് കരം അടയ്ക്കുന്നുണ്ട്. ആരുടെ പേരിലാണ് നികുതിയൊക്കെ അടച്ചോണ്ടിരിക്കുന്നത്? കരമൊക്കെ അടയ്ക്കുന്ന ആരുടെ പേര്? കരം അടയ്ക്കുന്നത് പിന്നെ അച്ഛന്റെ പേരിലാണ് അടയ്ക്കുന്നത്. അച്ഛന്റെ വസ്തു അച്ഛന്റെ പേരിലല്ല ഇരിക്കുന്നത്. അപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം ഈ കരം വന്നപ്പോൾ ഞാൻ കരം മേടിച്ച് കൊണ്ടുവന്ന ആളുടെ കയ്യിൽ ഞാൻ അടയ്ക്കാമെന്ന് വിചാരിച്ചു. അന്നേരത്തേന് അമ്മ വന്നിട്ട് പറഞ്ഞത് നീ അടയ്ക്കണ്ട, അത് അടയ്ക്കാൻ ജോസ് അടച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ജോസിന്റെ പേരിൽ വല്ല കൂട്ടി അടച്ചിട്ടുള്ള അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഈ വസ്തുവിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും തർക്കവും ഇല്ല. അല്ല, എന്തെങ്കിലും ആധാരങ്ങൾ ചെയ്തിട്ടുണ്ടോ? ജോസിന്റെ പേരിലോ അമ്മയുടെ പേരിലോ മറ്റേ വല്ല ഒസ്യത്തോ അല്ലെങ്കിൽ വേറെ വല്ല ദാനാധാരോ എന്തെങ്കിലും ചെയ്തായിട്ട് നിങ്ങൾക്ക് അറിയോ? ഇല്ല. അച്ഛന്റെ പേര് കിടക്കുന്ന ആ വസ്തു വേറെ ആർക്കും എഴുതിയിട്ടില്ല മരിക്കുന്നത് വരെ. തീർച്ചയാ അതിനകത്ത് എഴുതി തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു 20,000 രൂപ കൊടുത്തത് ഒരു കരാർ എഴുതി തന്നിട്ടുണ്ട്. അത് അച്ഛൻ തന്നെ ഒപ്പിട്ട് വന്നേക്കുന്നത്. ഒരു പൈസ നമ്മൾ വായ്പാട് ഒറ്റ കരാറ് പോലെ. കാരണം പൈസ നമ്മൾ എത്ര കൊടുത്താലും അത് തെളിവില്ല. ഇതിപ്പോൾ ഈ 20,000 രൂപ ഞാൻ കൊടുത്തത് അമ്മ പറയുന്നത് നീ എന്തിനു കൊടുത്ത്, ആർക്ക് കൊടുത്ത്, നീ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്താൽ എന്ന് പറയുന്നിടത്ത് നമ്മളിനി എന്നാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും പൈസ കൊടുത്തതിന് തെളിവ് വേണമെന്ന്. പക്ഷെ ഞാൻ തെളിവ് ഉണ്ടാക്കിയേ പറ്റും. ഈ വില്ലേജ് ഓഫീസിൽ നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആരുടെ പേരിലാണ് ഇതിന്റെ? വില്ലേജ് ഓഫീസിൽ കിടക്കുന്നത് അച്ഛന്റെ പേര്. അച്ഛന്റെ പേര് തന്നെയാണോ? അമ്മ വന്നിട്ടുണ്ട് സാർ, അവരെ വിളിക്കാൻ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുമല്ലോ. എന്തായാലും ബാബുവിന്റെ അമ്മയെ വിളിക്കാം.